ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കുന്നത് ഏഞ്ചൽ വണ്ണിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷനെ കുറിച്ചാണ്. ഇത് യൂസ് ചെയ്ത സമയത്ത് എനിക്ക് ഇതിനകത്ത് ഇഷ്ടപ്പെട്ട കാര്യം പറഞ്ഞാൽ ഇതിനകത്ത് ന്യൂസുകൾ വളരെ പെട്ടെന്ന് അറിയാൻ സാധിക്കുന്നുണ്ട്. മറ്റു കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ട് നല്ല രീതിയിൽ നമുക്ക് ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി കണ്ടെത്തുവാനും അതിൽ ട്രേഡ് ചെയ്യാനും സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ് ഏഞ്ചൽ വണ്ണിൻ്റെ. അപ്പോൾ തീർച്ചയായിട്ടും ഏഞ്ചൽ വണ്ണിൽ അക്കൗണ്ട് ഇല്ലാത്ത ആളുകൾ ഏഞ്ചൽ വണ്ണിൽ അക്കൗണ്ട് എടുക്കുക. അപ്പോൾ ഇതിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷൻ നമുക്ക് നോക്കാം. ആദ്യത്തെ ഒരു ഇൻ്റർഫേസ് എന്ന് പറയുന്നത് ഒരു ഹോം എന്ന് പറയുന്ന ഒരു പേജാണ്. അതുപോലെ ന്യൂസ് എന്ന് പറയുന്ന ഒരു ക്യാപ്ഷൻ നമുക്ക് ഏറ്റവും മുകളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ മാർക്കറ്റ് ടുഡേ എന്ന് പറയുന്ന ഒരു സംവിധാനം, അതിൻ്റെ അകത്ത് ബാങ്ക് നിഫ്റ്റി അതുപോലെ നിഫ്റ്റി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സെൻസെക്സ് ആഡ് ചെയ്യാം, അതുപോലെ ഫിൻസർവ് ഒക്കെ ആഡ് ചെയ്യാം. മറ്റും നമുക്ക് കാണാൻ സാധിക്കുന്ന ആഡ് ഫണ്ട്, ട്രേഡിംഗ് ബാലൻസുമായി ബന്ധപ്പെട്ട് ആഡ് ഫണ്ട് എന്ന് പറയുന്ന ഒരു ചെറിയൊരു കോളം, ഒരു ബോക്സ് നമുക്ക് കാണാം. അതുപോലെ IPO, മ്യൂച്വൽ ഫണ്ട്, ETF. ഇതുകൊണ്ട് നമുക്ക് IPOയിൽ പോകുന്നെങ്കിൽ IPO അപ്ലൈ ചെയ്യുന്നെങ്കിൽ അവിടെ അപ്ലൈ ചെയ്യുക. അതുപോലെ മ്യൂച്വൽ ഫണ്ടിൽ എടുക്കുന്നെങ്കിൽ SIP മുഖേന എടുക്കുന്നെങ്കിൽ അതിനും ഉള്ളൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഡിസ്കവർ സ്റ്റോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ഒരു റെക്കമെൻഡേഷൻ പോലെയാണ് ഡിസ്കവർ സ്റ്റോക്കിൽ കാണുന്നത്. അതുപോലെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ സാധിക്കുന്നത് റെക്കമെൻഡേഷന് വേണ്ടിയുള്ള മറ്റൊരു പോർട്ട്ഫോളിയോ നമുക്ക് സിംഗിൾ സ്റ്റോക്ക് ആയാലും അതുപോലെ പോർട്ട്ഫോളിയോ ആയാലും അവർ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. ലോവർ സ്കില്ലുള്ളവർക്ക് ലോവർ റിസ്ക് എടുക്കാം, മീഡിയം റിസ്ക് എടുക്കുന്നവർക്ക് മീഡിയം റിസ്ക്. അതുപോലെ ടൂൾസ് എന്ന് പറയുന്ന മറ്റൊരു ബോക്സ്. അതിനുശേഷം നമുക്ക് കാണാൻ സാധിക്കുന്നത് ഏഞ്ചൽ വൺ ലേണിംഗ് സെൻറ്റർ എന്ന് പറയുന്ന നമ്മുടെ സംശയങ്ങൾ, ബിഗിനേഴ്സ് ആയിട്ടുള്ള ആളുകളുടെ സംശയങ്ങൾ, ഇൻവെസ്റ്റർ ആയിട്ടുള്ള ആളുകളുടെ, അതുപോലെ ട്രേഡറിൻ്റെ സംശയങ്ങളൊക്കെ അവരുടെ തന്നെ യൂട്യൂബ് ചാനൽ വഴി അവർ അത് പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊന്ന് എക്സ്റ്റേണൽ സർവീസാണ്, സ്മോൾ കേസ് അതുപോലെ സെൻസിബിളിലൊക്കെ എക്സ്റ്റേണൽ സർവീസ് നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു ഇതിലേക്ക് പോകാം. ഹോം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ന്യൂസ് എന്ന് പറയുന്ന ഒരു ഭാഗം കാണാം. ഈ ന്യൂസിൻ്റെ പ്രത്യേകത ഓൾ ന്യൂസ് വരും. മൊത്തത്തിലുള്ള സ്റ്റോക്ക് മാർക്കറ്റുമായി ബന്ധപ്പെട്ട ന്യൂസുകൾ അതിൻ്റെ അകത്ത് കാണാൻ സാധിക്കും. വാച്ച് ലിസ്റ്റ് ന്യൂസ് എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. അപ്പോൾ നമ്മൾ വാച്ച് ലിസ്റ്റ് ആടിയിരിക്കുന്ന സ്റ്റോക്കുകൾ 14ഓളം വാച്ച് ലിസ്റ്റുകൾ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അതിൻ്റെ അകത്ത് ആടിയിരിക്കുന്ന സ്റ്റോക്കുകൾ വരുന്ന ന്യൂസുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് യെസ് ബാങ്ക് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അതാണ് യെസ് ബാങ്ക് ന്യൂസ് കൃത്യമായിട്ട് വന്നിരിക്കുന്നത്. അതുപോലെ ട്രിഡൻ്റ് എന്ന് പറഞ്ഞ സ്റ്റോക്കൊക്കെ ഞാൻ ആഡ് ചെയ്ത്, അതുകൊണ്ട് ആ സംബന്ധിക്കുന്ന ന്യൂസുകൾ. പിന്നെ പോർട്ട്ഫോളിയോ ന്യൂസുകളാണ്. പോർട്ട്ഫോളിയോ നമ്മൾ ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്കുകളെ സംബന്ധിക്കുന്ന ന്യൂസാണ്. ഞാൻ പോർട്ട്ഫോളിയോ ഒന്നും ഉൾപ്പെടുത്താത്തതുകൊണ്ടാണ് അവിടെ ബ്ലാങ്ക് ആയിട്ട് കാണുന്നത്. വീണ്ടും നമുക്ക് ഹോമിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് അവിടെ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി എടുക്കാം. അതിൻ്റെ അകത്ത് പിന്നെ നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ മിഡ് ക്യാപ്പ് നിഫ്റ്റി ഒക്കെ ആഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റിയിൽ തന്നെ നമ്മൾ അതിൻ്റെ ഓപ്ഷൻ ചെയ്യുന്ന ചാർട്ടും കാണാൻ സാധിക്കും. അതുപോലെ സ്റ്റോക്കുകൾ, നിഫ്റ്റിയിലുള്ള സ്റ്റോക്കുകളുടെ കഴിഞ്ഞ ദിവസത്തെ ഡാറ്റാസ് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ ഫണ്ട് ആഡ് ചെയ്യുന്നതിന് വേണ്ടി ഇപ്പോൾ നമുക്ക് 2000 ആഡ് ചെയ്യും, പെട്ടെന്ന് തന്നെ 2000 ആഡ് ചെയ്യാൻ അവിടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പോകും. പിന്നെ നമ്മൾ IPO ആണ്. IPO അപ്ലൈ ചെയ്യാൻ ഈ ഒറ്റ ഇൻ്റർഫേസിൽ കൂടെ നമ്മൾ IPO നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഓപ്പൺ ആയിട്ടുള്ളതും അതുപോലെ തന്നെ ഇനി വരാനിരിക്കുന്ന IPO സംബന്ധിക്കുന്ന വിവരങ്ങളാണ് ഇവിടെ കിടക്കുന്നത്. അപ്പോൾ അതിൻ്റെ സബ്സ്ക്രിപ്ഷൻ ഡാറ്റാസ്, പിന്നെ ആ സ്റ്റോക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, വിവിധ സബ്സ്ക്രിപ്ഷൻ, അതുപോലെ തന്നെ അതിൻ്റെ സ്റ്റോക്കിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒറ്റ ക്ലിക്കിൽ തന്നെ നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. അവിടെ നിന്ന് അപ്ലൈ ചെയ്യണമെങ്കിൽ അപ്ലൈ ചെയ്യാം. നമ്മൾ IPO ഓർഡർ നമുക്ക് അപ്പുറത്തെ അടുത്ത പേജിൽ കാണാൻ പറ്റും. മറ്റൊന്ന് മ്യൂച്വൽ ഫണ്ടാണ്. മ്യൂച്വൽ ഫണ്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ പോലും അവർ റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത് ഡയറക്റ്റ് മ്യൂച്വൽ ഫണ്ട്, അവർ റെക്കമെൻഡ് ചെയ്തിരിക്കുന്ന കുറച്ച് മ്യൂച്വൽ ഫണ്ടുകൾ ഇവിടെ കാണാം. അതുപോലെ തന്നെ നമ്മുടെ റിസ്ക് അനുസരിച്ചും അതുപോലെ നമ്മുടെ ആവശ്യമനുസരിച്ചുള്ള മ്യൂച്വൽ ഫണ്ടുകൾ അവർ കുറച്ച് തരംതിരിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മ്യൂച്വൽ ഫണ്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഓപ്പൺ ചെയ്യാം. നമ്മുടെ ഡേറ്റും നമ്മുടെ ഓട്ടോ ഡെബിറ്റ് ആവുന്ന ഡേറ്റും കാര്യങ്ങളും, അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ആവറേജ് റിട്ടേണൊക്കെ അവർ കാൽക്കുലേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മറ്റൊന്ന് ETF ഇതുപോലെ തന്നെ നമുക്ക് ETFിൽ എടുക്കണമെങ്കിൽ ETF എടുക്കാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏത് ഇതിലാണ്, ഇക്വിറ്റിയിലാണെങ്കിലോ ഗോൾഡിലാണെങ്കിലോ ഡെപ്റ്റിലാണെങ്കിലോ അത് ഏത് സെക്ടറായാലും ETF നമുക്കിവിടെ ആഡ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നമുക്കിവിടെ നിഫ്റ്റി ബീക്സ് ഒക്കെ കിടക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് എടുക്കണമെങ്കിൽ നമുക്ക് കൃത്യമായിട്ടും എടുക്കാം. മറ്റൊന്ന് ഡിസ്കവർ സ്റ്റോക്ക് എന്ന് പറയുന്ന അവർ പറഞ്ഞിരിക്കുന്ന കുറച്ച് സ്റ്റോക്കുകളാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ റെക്കമെൻഡ് ചെയ്തിരിക്കുന്ന സ്റ്റോക്കുകളാണ് തോന്നുന്നു. അപ്പോൾ ഇവിടെ റിട്ടേൺ കാണുന്നുണ്ട്. അതുപോലെ അവിടെ നമുക്ക് സെക്ടർ ബൈസുള്ള ഡാറ്റയും ടോപ്പ് ഗെയിനേഴ്സായ സ്റ്റോക്കുകളും കാണാം. അതിനകത്തൊക്കെ നമ്മൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ്, അങ്ങനെ എല്ലാം കൂടി തിരിച്ചാണ് ടോപ്പ് ഗെയിനേഴ്സായ സ്റ്റോക്കുകൾ. അതുപോലെ സെക്ടറിലെ തീം, ഇപ്പോൾ IT സ്റ്റോക്കുകൾ മാത്രം വേണമെങ്കിൽ നമുക്ക് IT സ്റ്റോക്കുകൾ എടുക്കാം. അതുപോലെ ഫിനാൻസ് സ്റ്റോക്കുകൾ വേണമെങ്കിൽ ഫിനാൻസ് സ്റ്റോക്കിൽ പോസിറ്റീവ് ആയിരിക്കുന്ന സ്റ്റോക്കുകൾ, അത് സ്മോൾ ക്യാപ്പ്, മിഡ് ക്യാപ്പ് എല്ലാം നമുക്ക് അതിൻ്റെ അത് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് പ്രധാനമായിട്ടും ഈ ഫസ്റ്റ് ഇൻ്റർഫേസ് ഒരു ഗുണകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ നമുക്ക് അറിയാവുന്നത് ഈ ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ട് ട്രേഡിങ്ങിൽ നമുക്ക് GTT ഓർഡർ, അതുപോലെ തന്നെ ബാസ്ക്കറ്റ് ഓർഡറൊക്കെ ഫസ്റ്റ് ഇൻ്റർഫേസ് ടൂൾസ് എന്ന് പറയുന്ന രീതി കൊടുത്തിട്ടുണ്ട്. മറ്റൊന്ന് വാച്ച് ലിസ്റ്റാണ്. വാച്ച് ലിസ്റ്റ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ആദ്യം പറഞ്ഞിരിക്കുന്ന പോലെ ഡിസ്കവർ എന്ന് പറയുന്ന സംവിധാനത്തിൽ കുറേ ആയിട്ടുള്ള ഫിൽറ്റേഴ്സ് വരുന്നുണ്ട്. ടെക്നിക്കലി, ഫണ്ടമെൻ്റലി, ലോ റിസ്കിൽ വന്ന ഫിൽറ്റേഴ്സൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ നോക്കി ആ ഫണ്ടമെൻ്റിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഹൈ ഡിവിഡൻറ്റ് ഈൽഡുള്ള സ്റ്റോക്കുകൾ. അപ്പോൾ അവർ കൊടുത്തിരിക്കുന്ന ഒരു 15 സ്റ്റോക്കുകളോളം, സ്മോൾ ക്യാപ്പ്, ലാർജ് ക്യാപ്പിലൊക്കെ വരുന്ന സ്റ്റോക്കുകളോളം ഈ ഹൈ ഡിവിഡൻറ്റ് ഈൽഡിൽ അവർ കാണിച്ചിട്ടുണ്ട്. മറ്റൊന്ന് പോർട്ട്ഫോളിയോ ആണ്. അതുപോലെ തന്നെ പോർട്ട്ഫോളിയോ നമുക്ക് P&L ഉണ്ട്. അതുപോലെ ട്രേഡിൻ്റെ ചാർജ്
കാര്യങ്ങൾ, അതുപോലെ മ്യൂച്വൽ ഫണ്ടിൻ്റെ SIP ഓർഡർ ബുക്കും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് കാണുന്നത്. നമ്മൾക്കിപ്പോൾ ഇതിനകത്ത് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ ബ്ലാങ്ക് ആയിട്ട് കാണുന്നത് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്. പിന്നെ നമുക്ക് ഓർഡറിൽ തന്നെ ഓപ്പൺ ഓർഡർ, ബാസ്ക്കറ്റ് ഓർഡർ അങ്ങനെയുള്ള കാര്യങ്ങളാണ്. മറ്റൊന്ന് എനിക്കിത് കൂടുതലായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ഇതിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ലെഡ്ജർ എന്ന് പറയുന്ന സംവിധാനം. അതിന് നോക്കി നമുക്ക് കൃത്യമായിട്ട് ഫണ്ട് വരുന്നതിൻ്റെ, ഫണ്ട് പോകുന്നതിൻ്റെ, നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നതിൻ്റെയൊക്കെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ഒരു ഡേറ്റ് വൈസായിട്ട് നമുക്ക് അറിയാൻ പറ്റും. മറ്റൊന്ന് ട്രേഡ് ആൻഡ് ചാർജസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ്. അതിൻ്റെ അകത്ത് നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ എടുക്കുന്ന ട്രേഡിങ്ങിനെ കുറിച്ചുള്ള കാര്യങ്ങളും, അത് ഡേറ്റ്. ഇപ്പോൾ ഇന്ന് നമ്മൾ എടുത്തത് 5-ാം തീയതി എടുത്തത്, 24-ാം തീയതി എടുത്തത്, അത് ഓപ്ഷനിലാണെങ്കിലും അതിൻ്റെ ഒരു ബ്രോക്കറേജും കാര്യങ്ങളും കൃത്യമായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. എത്ര ട്രേഡ് എടുത്ത്, ഓവറോൾ എത്ര ട്രേഡ് എടുത്തുന്നുള്ള കാര്യം കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഈ ഒരു ഏഞ്ചൽ ഫണ്ടിൻ്റെ ഒരു ആപ്ലിക്കേഷൻ നോക്കിയപ്പോൾ എനിക്കിതിനകത്ത് കൂടുതലായിട്ട് ന്യൂസുകൾ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഡാറ്റാസും അറിയാൻ പറ്റുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും ഏഞ്ചൽ ഫണ്ട് മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്ന ആളുകളാണ് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക എങ്ങനെയാണ് നിങ്ങളുടെ എക്സ്പീരിയൻസ്. അതോ ഇതിനെക്കുറിച്ച് നല്ലതായിട്ടുള്ള ഏതെങ്കിലും ബ്രോക്കർ സ്ഥാപനം ഉണ്ടോ, ഇതിൻ്റെ ബ്രോക്കറേജ് എങ്ങനെയാണ്, ഇതിൻ്റെ ഓപ്ഷനിലൊക്കെ ട്രേഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമുക്ക് ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ രേഖപ്പെടുത്തുക.